ഫണ്ടമെൻ്റൽസ് ഓഫ് മൈക്രോബയോളജിയിലെ കുറച്ച് MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻസൈമോളജിയുടെയും അതുപോലെ തന്നെ മൈക്രോബിയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടറിൻ്റെയും കുറച്ച് MCQs പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ ഏജൻറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇതിനകത്ത് ഫിസിക്കൽ ഏജൻറ്റ് അല്ലാത്തത് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സൺലൈറ്റ് ഒരു ഫിസിക്കൽ ഏജൻ്റ് ആണ് അല്ലേ, റേഡിയേഷനും ഫിസിക്കൽ ഏജൻ്റ് ആണ്, ഡ്രൈയിങ്ങും ഫിസിക്കലാണ്. ഇപ്പോൾ ഇവിടെ ഏതാണ് കെമിക്കലായിട്ട് വരുന്നുള്ളത്? ഡൈസാണ് കെമിക്കലായിട്ട് വരുന്നുള്ളത്. സോ ഇവിടെ ഫിസിക്കൽ അല്ലാണ്ട് കെമിക്കലായിട്ട് വരുന്നുള്ളത് ഡൈസാണ്. അപ്പോൾ സ്റ്റെറിലൈസേഷന് നമുക്ക് ഫിസിക്കൽ ഏജൻസും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കെമിക്കൽ ഏജൻസും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഡൈസാണ്. നെക്സ്റ്റ് ബാക്ടീരിയസിഡൽ ഏജൻറ്റ്സ്. ബാക്ടീരിയസിഡൽ ഏജൻറ്റ്സ് അവരെന്താ ചെയ്യുന്നുള്ളത്? കിൽ ബാക്ടീരിയ, പ്രിവെൻറ്റ് ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ, ബോത്ത് ഓഫ് എബവ്, നൺ ഓഫ് ദി എബവ്. ബാക്ടീരിയ സ്റ്റാറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഫർദർ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ആര്? ബാക്ടീരിയ സ്റ്റാറ്റിക് അല്ലെ, സ്റ്റാറ്റിക് ആക്കുന്നു. ഫർദർ അവരെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷേ ബാക്ടീരിയ സിഡൽ ആയതുകൊണ്ട് അവരെന്താ ചെയ്യുന്നുള്ളത്? ബാക്ടീരിയ കില്ല് ചെയ്യുന്നു. ഓപ്ഷൻ എ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫ്ലെയിമിങ്ങും ഇൻസിനറേഷനും ഹോട്ട് എയർ ഓവനും ഒക്കെ എന്താണ്? ഡ്രൈ ഹീറ്റിനകത്ത് വരുന്നതാണ്. പാസ്ചറൈസേഷൻ ഒരിക്കലും ഇതിന് വരുന്നതല്ല, ഡ്രൈ ഹീറ്റിൽ വരുന്നതല്ല. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ? പാസ്ചറൈസേഷൻ. നെക്സ്റ്റ് മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ഓഫ് ഡ്രൈ ഹീറ്റ് എഫിഷ്യൻസി ഈസ് കൺഫേംഡ് ബൈ നോൺ ടോക്സിജനിക് സ്ട്രെയിൻസ് ഓഫ്. അതായത് ഡ്രൈ ഹീറ്റ് ടെസ്റ്റിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബയോളജിക്കൽ ഒരു ടെസ്റ്റ് ചെയ്യാറില്ലേ? ഏത് ഓർഗാനിസത്തിന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത്? ഒന്ന് നോക്കിയേ. ഡ്രൈ ഹീറ്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോട്ട് എയർ ഓവനിലൊക്കെയാണ് അല്ലേ, ഹോട്ട് എയർ ഓവനിലൊക്കെയാണ് ഡ്രൈ ഹീറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 ഓർഗാനിസത്തിൻ്റെ പേര് മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ബാസിലസ് സബ്റ്റിലിസ്. ബാസിലസ് സബ്റ്റിലിസ് ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ രണ്ടാമത് പഠിച്ചത് ഏതായിരുന്നു നമ്മൾ? ക്ലോസ്ട്രീഡിയം ടെറ്റനൈ. അപ്പോൾ ഇവിടെ ക്ലോസ്ട്രീഡിയം ടെറ്റനൈ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ആണ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഇതിനകത്ത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ദ ഓട്ടോക്ലേവ് മോയിസ്റ്റ് ഹീറ്റ് ആണ്, പാസ്ചറൈസേഷൻ ആണ്, ബോയിലിംഗ് ആണ്. അപ്പോൾ ഏതാണ് അല്ലാത്തത്? സൺലൈറ്റ് ആണ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് അല്ലാത്തത്. നെക്സ്റ്റ് സ്പോർസ് ഓഫ് ബാസിലസ് ടിയറോതെർമോഫിലസ് ആർ യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് എഫിക്കസി ഓഫ്. നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്തിൻ്റെയോ എഫിഷ്യൻസി നോക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു സ്പീഷീസ് ആണ് ഇത്, ബാസിലസ് ടിയറോതെർമോഫിലസ് എന്ന് പറയുന്നത്. ഈ സ്പീഷീസ് എന്തിൻ്റെ എഫിഷ്യൻസിയാണ് ചെക്ക് ചെയ്യുന്നുള്ളത്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അഥവാ ഓട്ടോക്ലേവിൻ്റെ ആണ്. ഓക്കെ. 7th question. Which of the following is not used for filtration in sterilization? സ്റ്റെറിലൈസേഷനിൽ ഫിൽട്രേഷൻ ഒരു ടെക്നിക്കാണ് അല്ലേ, ഫിസിക്കൽ മെത്തേഡിൽ വരുന്നതാണ് ഫിൽട്രേഷൻ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏത് ഫിൽറ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തത്? കാൻഡിൽ ഫിൽറ്റർ യൂസ് ചെയ്യാറുണ്ട്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ആസ്ബസ്റ്റോസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗ്ലൂട്ടറാൾഡിഹൈഡ് എന്തല്ല? ഒരു ഫിൽറ്ററേ അല്ല, അതൊരു കെമിക്കൽ ഏജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്ലൂട്ടറാൾഡിഹൈഡ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ഏജൻറ്റ് ഫോർ സ്റ്റെറിലൈസേഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കെമിക്കൽ ഏജൻ്റ് അല്ലാത്തത്? അതായത് സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏജൻറ്റ് അല്ലാത്തത്. ഈത്തൈൽ ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 70% ഈത്തൈൽ ആൽക്കഹോളിനെയാണ് നമ്മൾ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നുള്ളത്. നെക്സ്റ്റ് മീത്തൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്, ഫോമാൽഡിഹൈഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഏതാ യൂസ് ചെയ്യാത്തത്? യുറേനിയം. യുറേനിയം ഒരു കെമിക്കൽ ഏജൻ്റ് അല്ല, സ്റ്റെറിലൈസിങ് ഏജൻ്റ് അല്ല. അത് സ്റ്റെറിലൈസേഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ആണ് ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോൺ അയണൈസിങ് ലോ എനർജി ടൈപ്പ് ഓഫ് റേഡിയേഷൻ. നമ്മൾ റേഡിയേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഫിസിക്കൽ ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. അതിനകത്ത് 2 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് വരുന്നുണ്ട്, അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷനും. അപ്പോൾ അയണൈസിങ് റേഡിയേഷനകത്ത് വരുന്നുള്ളതും അല്ല, ഇവിടെ ഏതാ ചോദിച്ചിരിക്കുന്നത്? നോൺ അയണൈസിങ്. നോൺ അയണൈസിങ്ങിനകത്ത് വരുന്നുള്ളത് ഏതൊക്കെയാണ്? ഇൻഫ്രാറെഡും UV റേസും. പിന്നെ അയണൈസിങ്ങിനകത്ത് വരുന്നതാണ് നമ്മുടെ ഗാമ റേസും അതുപോലെ തന്നെ എക്സ്റേസ് ഒക്കെ ഇതിനകത്ത് വരും, അയണൈസിങ് റേഡിയേഷൻസിനകത്ത് വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ അയണൈസിങ് ആണ്. ഇൻഫ്രാറെഡും ഉണ്ട്, അൾട്രാ വയലറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ എന്തുണ്ട്? ബോത്ത് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ബോത്ത് ആണെന്ന് പറയാം. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻ ഐഡിയൽ ആൻറ്റിസെപ്റ്റിക് ഓർ ഡിസിൻഫെക്റ്റൻറ്റ് ഷുഡ് ഹാവ് ഓൾ എക്സെപ്റ്റ്
താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റിന് വേണ്ട പ്രോപ്പർട്ടി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സ്പീഡി ആക്ഷൻ, കൊറോഡ് മെറ്റൽസ്, സ്റ്റേബിൾ, സേഫ് ആൻഡ് ഈസി ടു യൂസ്. ഇതിനകത്ത് ഈ കൊറോഡ് മെറ്റൽസ് എന്തിനാണ് ഓപ്ഷൻ വെച്ചതെന്ന് പോലും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, കൊറോഡ് മെറ്റൽസ്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റും എന്താക്കെന്ന് അറിയാലോ. സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രീ ഓഫ് മൈക്രോബ്സ്, എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും നമ്മൾ കില്ല് ചെയ്യുന്നു, അതിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. ഡിസിൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം കില്ല് ചെയ്യുന്നു അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് ആര് ചെയ്യുന്നുള്ളത്? ഡിസിൻഫെക്ഷൻ ചെയ്യുന്നുള്ളത്. ആൻറ്റിസെപ്റ്റിക്കും അതന്നെയാണ് ചെയ്യുന്നുള്ളത്. പക്ഷേ ആൻറ്റിസെപ്റ്റിക്സ് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിൽ അല്ലേ. ഡെറ്റോള് ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. അപ്പോൾ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സർഫസിലും ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ, ഹ്യൂമൻ്റെ, ആനിമൽസിൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുള്ളത് ആൻറ്റിസെപ്റ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. എത്തിലീൻ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിങ് ഓൾ എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ എത്തിലീൻ ഓക്സൈഡ് നമ്മൾ എന്തിന് സ്റ്റെറിലൈസ് ചെയ്യാനാണ് ഉപയോഗിക്കാത്തത്? ഇവിടെ ഈ ഓപ്ഷൻ അത്രയും ഒരു രസമില്ലാത്തൊരു ഓപ്ഷനാണ്, എങ്കിലും വായിക്കാം. ഹാർട്ട് ലങ് മെഷീൻ, സുട്ടൂസ്, ബുക്സ്, റൂംസ്. ഇവിടെ കറക്റ്റ് വരിക ബുക്സ്, ഇതാണ് റൂംസ് ആണ് കേട്ടോ. ബുക്സും ഒരു സർഫസ് തന്നെയാണ്. എത്തിലീൻ ഓക്സൈഡ് വെച്ചിട്ട് നമുക്ക് ബുക്സിനെ വേണമെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാം, പക്ഷേ ഒരു റൂം സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്? ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമാലിൻ വെച്ചിട്ടാണ് റൂമൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതുപോലുള്ള എത്തിലീൻ ഓക്സൈഡ് എന്തിനു യൂസ് ചെയ്യാറില്ല? റൂംസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് ഏതാണ്? റൂംസ് ആണ്. ഇനി നമ്മൾ മറ്റൊരു PDF-ലോട്ട് പോവാണ്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീഡിയം യൂസ്ഡ് ഇൻ മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക് വാസ്. ദ മീഡിയം യൂസ്ഡ് ഇൻ മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക് വാസ് EMB agar, EMR VP മീഡിയം, ലാക്ടോസ് ബ്രൂത്ത്, എൻഡോ അഗാർ. ഇവിടെ ഏത് മീഡിയമാണ് മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക്കിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എൻഡോ അഗാറാണ് കറക്റ്റ് വരിക, ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 2. ലൈസോൾ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെറിലൻ്റ് ആണോ, ഡിസിൻഫെക്റ്റൻ്റ് ആണോ, ആൻറ്റിസെപ്റ്റിക് ആണോ, അതോ ആൻറ്റി ഫംഗൽ ഏജൻ്റ് ആണോ? ലൈസോൾ, ഓൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്? ഒരു ഫീനോൾ അല്ലേ, ഫീനോൾ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്, അതൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ലൈസോളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ബോട്ടിൽ ഷോപ്പിലൊക്കെ ലൈസോൾ, അതൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ന്യൂട്രൽ സ്റ്റെയിൻ? പിക്രിക് ആസിഡ്, ഗിമിംസ, നെക്സ്റ്റ് ന്യൂട്രൽ റെഡ്, മാലക്കൈറ്റ്. ഇവിടെ ന്യൂട്രൽ എന്ന് പേര് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് ന്യൂട്രൽ റെഡ് ആയിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്. പെപ്റ്റോൺ വാട്ടർ മീഡിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. നോക്കിക്കോളൂ, പെപ്റ്റോൺ വാട്ടർ മീഡിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിന്തറ്റിക് മീഡിയം, സെമി സിന്തറ്റിക് മീഡിയം, ഡിഫറൻഷ്യൽ മീഡിയം, നൺ ഓഫ് ദീസ്. നമുക്കറിയാം എന്തായാലും ഡിഫറൻഷ്യൽ മീഡിയം അല്ല. പിന്നെ സിന്തറ്റിക് ആണോ സെമി സിന്തറ്റിക് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ സെമി സിന്തറ്റിക് ആണ് കറക്റ്റ് വരിക കേട്ടോ. സെമി സിന്തറ്റിക് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പെപ്റ്റോൺ വാട്ടർ മീഡിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെമി സിന്തറ്റിക് മീഡിയം. സിന്തറ്റിക് മീഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് എന്താണ്? അതിൻ്റെ കോമ്പോസിഷൻ വെൽ നോൺ ആയിരിക്കും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിന്തറ്റിക് മീഡിയം എന്ന് പറയാം. സെമി അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയം എന്ന് പറയാം. സെമി സിന്തറ്റിക് മീഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? പകുതി കോമ്പോസിഷൻ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിരിക്കും, പകുതി കോമ്പോണൻസിൻ്റെ കോമ്പോസിഷൻ ഡിഫൈൻഡ് ആയിരിക്കില്ല. അതിനെയാണ് സെമി സിന്തറ്റിക് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ പെപ്റ്റോൺ വാട്ടർ എന്താണ്? സെമി സിന്തറ്റിക് മീഡിയം ആണ്. നെക്സ്റ്റ് പുതിയൊരു മെത്തേഡാണ്, നമ്മളിത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പഠിച്ചോളൂ. ദ മെത്തേഡ് ഇൻ വിച്ച് ദ സെൽസ് ആർ ഫ്രോസൺ dehydrated is called. Method in which the cells are frozen dehydrated is called. പാസ്ചറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് വരുന്നില്ല. ഡിസിൻഫെക്ഷനകത്തും വരുന്നില്ല. കറക്റ്റ് ഓപ്ഷൻ വരിക ലയോഫിലൈസേഷൻ ആണ് കേട്ടോ. ഇൻ വിച്ച് ദ സെൽസ് ആർ ഫ്രോസൺ ഡീഹൈഡ്രേറ്റഡ്, അതിനാണ് നമ്മൾ എന്താ പറയുക? ലയോഫിലൈസേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ദ ടെക്നിക് യൂസ് ടു അവോയ്ഡ് ഓൾ മൈക്രോ ഓർഗാനിസംസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും നമുക്ക് റിമൂവ് ചെയ്യണം. നമ്മൾ പാത്തോജനിക് ആയിട്ടുള്ള മാത്രമാണെങ്കിലാണ് എന്ത് പറഞ്ഞത്? ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്? എല്ലാ പാത്തോജൻസിനെയും എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതേതാണ്? സ്റ്റെറിലൈസേഷൻ ആണ്. നെക്സ്റ്റ് ഒരു ടേമാണ് തെർമൽ ഡെത്ത് ടൈം ഈസ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. ടൈം റിക്വയർഡ് ടു കിൽ ഓൾ സെൽസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഏതാണ്? നമുക്ക് എന്താണ്? അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, അതായത് തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനകത്ത് നമ്മുടെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമിനെയാണ് എന്തെന്ന് പറയുക? തെർമൽ ഡെത്ത് ടൈം. ആ
ആ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുക, തെർമൽ ഡെത്ത് ടൈം. ഓപ്ഷൻ എ ആണ് കേട്ടോ ഇവിടെ കറക്റ്റ് ആയിരുന്നുള്ളത്. ടൈം റിക്വയർഡ് ടു കിൽ ഓൾ സെൽസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. നെക്സ്റ്റ്, a culture medium the exact composition of which is not known. അതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് അറിയില്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോംപ്ലക്സ് മീഡിയം എന്ന് പറയുക. നെക്സ്റ്റ്, ഇത് നമുക്ക് വേണ്ട. പിന്നെ ദ ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ പാസ്ചറൈസേഷൻ ഈസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ അറ്റ് 100°C, ടെമ്പറേച്ചർ ബിലോ 100°C, ടെമ്പറേച്ചർ എബോവ് 100°C എന്നല്ലേ. അതിനകത്ത് പാസ്ചറൈസേഷൻ ഏതിനകത്താണ് വരിക? ഇതിലൊന്നും വരില്ല, ടെമ്പറേച്ചർ ബിലോ 100°C. ഒരു 62°C ഒക്കെയാണ് പാസ്ചറൈസേഷന് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ്, സെപ്പറേഷൻ ഓഫ് എ സിംഗിൾ ബാക്ടീരിയൽ കോളനി ഈസ്, ഒരു സിംഗിൾ ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഐസൊലേഷൻ എന്ന് പറയുക. എന്താണ് ഐസൊലേഷൻ? ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അയണൈസിങ് റേഡിയേഷൻ? നമ്മളിപ്പോൾ പഠിച്ചു നോൺ അയണൈസിങ്ങും അയണൈസിങ്ങും 2 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് നോൺ അയണൈസിങ്ങിൽ വരുന്നതാണ് UV റേസും IRും. അപ്പം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, അയണൈസിങ് റേഡിയേഷൻ. നോൺ അയണൈസിങ്ങിൽ വരുന്നതാണ് UV റേസും IRും. അപ്പോൾ ഇവിടെ ഏതാണ്, ഗാമ റേസ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് എക്സ് റേസ്. നെക്സ്റ്റ്, ഇത് നമുക്ക് വേണ്ട, ഇത് വേണ്ട. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഹാസ് നോ എഫക്റ്റ് ഓൺ സ്പോർട്സ്? സ്പോർട്സിനകത്ത് ഒരു എഫക്റ്റും ഇല്ലാത്ത സ്റ്റെറിലൈസേഷൻ ഏതാണ്? ചില മെത്തേഡ്സ് ഉണ്ടല്ലേ, അതിനകത്ത് എന്താണ്, നമ്മുടെ ബാക്ടീരിയ, വെജിറ്റേറ്റീവ് ബാക്ടീരിയനെയും കില്ല് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ സ്പോർട്സിനെയും കില്ല് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനകത്ത് എന്താണ്, സ്പോർട്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഹോട്ട് എയർ ഓവൻ എന്താണ്, നമ്മുടെ സ്പോർട്സിനെ കില്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഓട്ടോക്ലേവിനും സാധിക്കുന്നുണ്ട്. എന്നാൽ ഡ്രൈയിങ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ നമുക്ക് എന്ത് സാധിക്കില്ല, സ്പോർട്സിനെ കില്ല് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ട്രിപ്പോണിമ പലീഡം ക്യാൻ ബി ബെസ്റ്റ് ഐഡൻറ്റിഫൈഡ് യൂസിങ്. ഇവിടെ ഈ ക്വസ്റ്റിന് ആൻസർ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പോണിമ പലിഡം എന്ന് പറയുന്ന ഓർഗാനിസത്തിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ഏതാണ്? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പാണ് കേട്ടോ. ബ്രൈറ്റ് ഫീൽഡാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. നെക്സ്റ്റ്, ഓട്ടോക്ലേവിംഗ് ഈസ് ക്യാരീഡ് അറ്റ് ഡ്രൈ ഹീറ്റ് ആണ്. ഓട്ടോക്ലേവ് എന്താണ്, മോയിസ്റ്റ് ഹീറ്റ് ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണോ? അല്ല, 15 lbs പ്രഷറിലാണ്. പിന്നെ 120°C നമുക്കിവിടെ പറയാം. 121°C ആണെന്ന് തോന്നുന്നു അല്ലേ, 121°C ആണ്. പക്ഷേ നമുക്കിവിടെ ഓൾ ഓഫ് ദീസ് എന്തായാലും പറയാൻ പറ്റില്ല, 120°C ആണ് ഇവിടെ പിന്നെ കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ്, ടെമ്പറേച്ചർ ഇൻ പാസ്ചറൈസേഷൻ ബിലോ 100°C ആണ് കറക്റ്റ് വരിക. 62.8°C ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ്, ദ ബാക്ടീരിയൽ കൾച്ചർ പ്രിപ്പയർഡ് ബൈ പ്യുവർ കൾച്ചർ മെത്തേഡ് ഈസ്. ഒരു പ്യുവർ കൾച്ചർ മെത്തേഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ബാക്ടീരിയൽ കൾച്ചറാണ് എന്ത്, ഇനോക്കുലം എന്ന് പറയുന്നത്. ഡൈല്യൂഷനോ സസ്പെൻഷനോ ഒന്നും വരില്ല, ഇനോക്കുലം എന്ന് നമുക്ക് പറയാം. എന്താണ്, ഏതിനെ, ദ ബാക്ടീരിയൽ കൾച്ചർ പ്രിപ്പയർഡ് ബൈ പ്യുവർ കൾച്ചർ. നെക്സ്റ്റ്, ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് വേണ്ട. ഇവിടെ തന്നെ നോക്കിക്കോളൂ, ബ്ലഡ് അഗാർ മീഡിയം ഈസ് ഇൻറിച്ച്മെൻ്റ് ആണോ, എൻറിച്ച്ഡ് ആണോ, സെലക്റ്റീവ് ആണോ, ഡിഫറൻഷ്യൽ ആണോ? ഇവിടെ ബ്ലഡ് അഗാർ മീഡിയം എന്ന് പറയുന്നത് എൻറിച്ച്ഡ് മീഡിയം ആണ്. അതായത് ഫാസ്റ്റീഡിയസ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് എൻറിച്ച്ഡ് മീഡിയം. ബ്ലഡ് അഗാർ മീഡിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് ബ്ലഡാണ് ഉള്ളത്, ഹോസിൻ്റെയോ ഷീപ്പിൻ്റെയോ ഒക്കെ ബ്ലഡ് അടങ്ങിയിട്ടുള്ള ഒരു മീഡിയമാണിത് ബ്ലഡ് അഗാർ മീഡിയം. എത്ര പെർസെൻറ്റേജ്, 5 to 10% ബ്ലഡ് അടങ്ങിയിരിക്കുന്ന മീഡിയമാണിത് എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ബൈ. ഇൻഫ്രാറെഡ് റേഡിയേഷനകത്ത് നമ്മൾ അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷനും പഠിച്ചു. അപ്പോൾ അതിനകത്ത് റേഡിയേഷൻ്റെ അണ്ടറിലാണ് ഈ ഇൻഫ്രാറെഡ് വരുന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും മോയിസ്റ്റ് ഹീറ്റിലും വരില്ല, കെമിക്കൽ മെത്തേഡിലും വരില്ല. ഇവിടെ ഡ്രൈ ഹീറ്റ് ആണോ, മെക്കാനിക്കൽ മെത്തേഡാണോ? നമ്മുടെ PDF-നകത്ത് കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് മെക്കാനിക്കൽ മെത്തേഡാണ് കേട്ടോ. നെക്സ്റ്റ്, ഇവിടെ ദ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ഓട്ടോക്ലേവിൻ്റെ കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. 121°C ആൻഡ് 15 lbs പ്രഷർ ഫോർ 20 minutes. ഇതിൻ്റെ താഴോട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല, ഇവിടെ 30 minutes ആണ്. ഇതൊന്നും കറക്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതാണ്, 121°C ഫോർ 20 minutes അറ്റ് 15 lbs പ്രഷർ. നെക്സ്റ്റ്, ഐസൊലേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഐസൊലേറ്റ് ചെയ്തെടുക്കുക. സെപ്പറേഷൻ ഓഫ് എ സിംഗിൾ കോളനി, ഒരു സിംഗിൾ കോളനീനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏത്, ഐസൊലേഷൻ എന്ന് പറയുക.
നെക്സ്റ്റ് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ് ഈസ് കോൾഡ്. ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ് ഈസ് കോൾഡ്. എന്തായാലും ഫെർമെൻറ്റേഷനോ പാസ്ചറൈസേഷനോ സ്റ്റെറിലൈസേഷനോ അല്ല, പിന്നെ ആരാണ്? ടിൻഡലൈസേഷനാണ്. ഈ ടിൻഡലൈസേഷനെ നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് സ്റ്റെറിലൈസേഷൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് സ്റ്റെറിലൈസേഷൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത് നമുക്ക് വിചാരിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലയോഫിലൈസേഷൻ മീൻസ്, ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ അല്ലേ ലയോഫിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന്. എന്താണ്? സ്റ്റെറിലൈസേഷനാണ്, പക്ഷേ സ്റ്റെറിലൈസേഷനാണ് തന്നെ. ലയോഫിലൈസേഷൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ദ ടെക്നിക് ഇൻ വിച്ച് ദ സെൽസ് ആർ ഫ്രോസൺ ഡീഹൈഡ്രേറ്റഡ് ഈസ് കോൾഡ്. ഫ്രോസൺ ഡീഹൈഡ്രേറ്റഡ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക ഫ്രീസ് ഡ്രൈയിങ് ആണ്. ഏതാണ്? ഫ്രീസ് ഡ്രൈയിങ് ആണ്. നെക്സ്റ്റ്, ടെമ്പറേച്ചർ യൂസ്ഡ് ഫോർ ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവനകത്ത് എത്രയാണ് ടെമ്പറേച്ചർ? 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ആണ് ടെമ്പറേച്ചർ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, ഫിനോൾ കോഎഫിഷ്യൻ്റ് നമുക്ക് വേണ്ട. This is an agar plate method and is commonly used for estimation of the number of bacteria in milk. മിൽക്കിനകത്ത് എത്ര ബാക്ടീരിയാസ് ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് മെത്തേഡാണ്, ഏത് അഗാർ പ്ലേറ്റ് മെത്തേഡാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ പറയാം ഏതാണ്? സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് ആണ് കേട്ടോ. ഏതാണ്? സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്. നെക്സ്റ്റ്, അഗാർ. നമ്മൾ മീഡിയക്കകത്ത് അഗാർ ആഡ് ചെയ്യുമ്പോഴാണ് അഗാർ എന്താവുന്നുള്ളത്? സോളിഡിഫൈ ആവുന്നുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അഗാറിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഗാർ എവിടെ നിന്നാണ് കിട്ടുന്നുള്ളത്? ഒരു ആൽഗയിൽ നിന്നാണെന്ന് നമുക്കറിയാം. ബ്രൗൺ ആണോ, റെഡ് ആണോ, ഗ്രീൻ ആണോ, ബ്ലൂ ഗ്രീൻ ആണോ? കറക്റ്റ് വരിക റെഡ് ആൽഗയാണ് കേട്ടോ. ഏതാണ്? റെഡ് ആൽഗയാണ്. നെക്സ്റ്റ്, 36th ക്വസ്റ്റ്യൻ. എ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം വിച്ച് പ്രൊഡ്യൂസസ് സ്വാമിങ് ഓൺ കൾച്ചർ മീഡിയം. സ്വാമിങ് ഓൺ കൾച്ചർ മീഡിയം, അത് പ്രോട്ടിയസ് ആണ് കേട്ടോ. പഠിച്ചോക്കണേ, പ്രോട്ടിയസ് ആണ്. ഇത് നമുക്ക് വേണ്ട. നെക്സ്റ്റ്, ഫോർ ആൻ എഫക്റ്റീവ് സ്റ്റെറിലൈസേഷൻ ഇൻ ആൻ ഓട്ടോക്ലേവ് ദ ടെമ്പറേച്ചർ ഒബ്റ്റെയിൻഡ് ഈസ്. ഓട്ടോക്ലേവിൻ്റെ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് നമുക്കറിയാലോ? എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്, 39th ക്വസ്റ്റ്യൻ നോക്കിയേ. സ്പോർസ് ആർ കിൽഡ് ബൈ. സ്പോർസ് ആർ കിൽഡ് ബൈ. സ്പോർസിനെ കില്ല് ചെയ്യണമെങ്കിൽ ആൽക്കഹോൾ, ഗ്ലൂട്ടറാൾഡിഹൈഡ്, ഓട്ടോക്ലേവ്, ബോത്ത് ബി ആൻഡ് സി. ഓട്ടോക്ലേവിൽ എന്തായാലും പോകും നമുക്കറിയാം അല്ലേ? അപ്പോൾ സി മാത്രമാണോ അതോ ബോത്ത് ബി ആൻഡ് സി വരുന്നുണ്ടോ? ഗ്ലൂട്ടറാൾഡിഹൈഡ് കൂടി എഴുതണം. ബോത്ത് ബി ആൻഡ് സി ആണ് കറക്റ്റ് വരുന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലാസ് വെയേഴ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. ഗ്ലാസ് വെയേഴ്സ് ഏതിനകത്താണ് സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളത്? നമ്മൾ ഒരുപാട് ആർട്ടിക്കിൾസിൻ്റെ പേര് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓർക്കുന്നില്ലേ? അതിനകത്ത് ഏതിലാണ് പറഞ്ഞത്? ഹോട്ട് എയർ ഓവനകത്താണ് നമ്മൾ ഗ്ലാസ് വെയേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, ടിൻഡലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? അത് നോക്കി പറയാൻ പറ്റുമോ? നോക്കിയേ, ടിൻഡലൈസേഷൻ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ടിൻഡാളാണ്. നെക്സ്റ്റ്, വൈറസ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് ഇൻ. വൈറസ്, നമ്മൾ ബാക്ടീരിയൻ്റെ കൾട്ടിവേഷനും മീഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി വൈറസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലിവിങ് സെൽസിലാണ് അല്ലേ? വൈറസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ലിവിങ് സെൽസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷനാണ് ഏത് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ്, all the microorganisms can be removed. Only pathogenic forms can be removed. Only non-pathogenic can be removed. All of these are correct. Only non-pathogen ഒരിക്കലും വരില്ല. All of these വരില്ല. പിന്നെ all the microorganismത്തിനെ ഒന്നും കില്ല് ചെയ്യുന്നില്ല. നമ്മുടെ മിൽക്കിനകത്ത് കുറച്ച് മൈക്രോഓർഗാനിസം ബാക്കി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓൺലി പാത്തജനിക്കിനെയാണ് ഇതിനകത്ത് കില്ല് ചെയ്യുന്നുള്ളത്, പാസ്ചറൈസേഷനകത്ത് കില്ല് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻ ദ മീഡിയം, ഈ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ മീഡിയം അതർ ദാൻ ന്യൂട്രിയൻസ് ഇഫ് എനി സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഇൻ എക്സസ് ദാറ്റ് മീഡിയം ഈസ്. അതായത് ഒരു ന്യൂട്രിയൻറ്റിനകത്ത്, ഒരു മീഡിയത്തിനകത്ത് ഒരു ന്യൂട്രിയൻറ്റിനേക്കാളും കൂടുതൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയും. എന്ത് പറയും? എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയും. ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ ഇൻഡിക്കേറ്റർ മീഡിയം. ഇൻഡിക്കേറ്റർ മീഡിയം എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ മീഡിയം ആണ് കേട്ടോ. ഡിഫറൻഷ്യൽ മീഡിയത്തിന് തന്നെയാണ് ഇൻഡിക്കേറ്റർ മീഡിയം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ന്യൂട്രിയൻ്റ് അഗാർ, ന്യൂട്രിയൻ്റ് ബോത്ത്, വിൽസൺ ആൻഡ് ബ്ലെയർ. അപ്പോൾ കറക്റ്റ് വരിക വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയമാണ്. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് അനേറോബിക് മീഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയമാണ് ഒരു അനേറോബിക് മീഡിയം. അപ്പോൾ അതാണ് വരിക. ദ ഡിഫറൻഷിയേറ്റ് ലാക്ടോസ് ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ദ മീഡിയം യൂസ്ഡ് ഈസ്. ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെയും നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണ്? മെക്കോങ്കി അഗാറാണ്.
ബെസ്റ്റ് മെത്തേഡ് ഫോർ ഗെറ്റിംഗ് പ്യുവർ കൾച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ബെസ്റ്റ് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രീക്ക് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്, അഗാർ സ്ലാൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബോത്ത് എ ആൻഡ് ബി വരും. നെക്സ്റ്റ്, ടു ട്രാൻസ്ഫർ കൾച്ചേഴ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ദ ഡിവൈസ് യൂസ്ഡ് ഈസ്, അതായത് കൾച്ചർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് നീഡിൽ. ഏതാണ്? നീഡിൽ. The bacterial culture prepared by pure culture is, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ഇനോക്കുലം. സെപ്പറേഷൻ ഓഫ് എ സിംഗിൾ കോളനി ഈസ് ഐസൊലേഷൻ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സിംഗിൾ കോളനി ഈസ് ഐസൊലേഷൻ. ദെൻ ഗ്രോത്ത് പീരീഡ് ഓഫ് കൾച്ചർ, അതായത് ഒരു കൾച്ചർ നമ്മൾ ചെയ്തു എന്നിട്ട് അതിൻ്റെ ആ ഗ്രോത്ത് പീരീഡിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇൻക്യുബേഷൻ എന്ന് പറയാം അല്ലേ. ആ ഗ്രോത്ത് പീരീഡിനാണ് എന്തെന്ന് പറയാം? ഇൻക്യുബേഷൻ എന്ന് പറയാം. At the temperature 160 degrees Celsius for 1 hour, complete sterilization occurs at, എന്തിൻ്റെ ടെമ്പറേച്ചറാണ് 160 ഡിഗ്രി സെൽഷ്യസ്? ഹോട്ട് എയർ ഓവൻ്റെ അല്ലേ. ഹോട്ട് എയർ ഓവൻ്റെ ടെമ്പറേച്ചർ അല്ലേ 160 ഡിഗ്രി സെൽഷ്യസ് വരുന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഹോട്ട് എയർ ഓവനാണ്. ഇൻ ഓട്ടോക്ലേവ് ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഈസ്, ഓട്ടോക്ലേവിനകത്ത് ഏത് പ്രിൻസിപ്പിളാണ് ഉള്ളത്? ഡ്രൈ ഹീറ്റ് ആണോ? അല്ല. മോയിസ്റ്റ് ഹീറ്റ് ആണോ? അതെ. സ്റ്റീം അണ്ടർ പ്രഷർ കൂടി വരുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി. നെക്സ്റ്റ്, ദ സ്പോർസ് ഓഫ് ബാക്ടീരിയ വിച്ച് ക്യാൻ ഓൾസോ വിത്ത്സ്റ്റാൻഡ് ദ മോയിസ്റ്റ് ഹീറ്റ് എഫക്റ്റ് ഓൾസോ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഡിസിൻഫെക്റ്റിവിറ്റി ഓഫ് എ ഡിസിൻഫെക്റ്റൻറ്റ് ഡിപ്പെൻഡ്സ്, അതായത് ഒരു ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ ഡിസിൻഫെക്റ്റിവിറ്റി, അതിൻ്റെ ആക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ്, ടൈം ഓഫ് ആക്ഷൻ, pH of the medium and temperature suitable for the chemical. അപ്പോൾ ഇതെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസിൻഫെക്റ്റൻ്റ് ഉള്ളത്. അതുകൊണ്ട് ഓൾ ദ എബോവ് വരും. നെക്സ്റ്റ്, ആൽഡിഹൈഡ്സ് വിച്ച് ആർ മോസ്റ്റ് പവർഫുൾ ഡിസിൻഫെക്റ്റൻസ്. ആൽഡിഹൈഡ്സ് ഇപ്പോൾ നമ്മൾ ഫീനോൾ, ആൽക്കഹോൾസിൻ്റെ കേസിൽ തന്നെ ഫീനോള് അങ്ങനെ ഒരുപാട് കോമ്പൗണ്ട്സ് ഇല്ലേ. അതുപോലെ തന്നെ ആൽഡിഹൈഡ്സിന് അണ്ടറിലായിരിക്കുള്ള ഫോർമാൽഡിഹൈഡും ഗ്ലൂട്ടറാൾഡിഹൈഡും അല്ലെങ്കിൽ ഗ്ലൂട്ടമാൾഡിഹൈഡും. അസറ്റാൾഡിഹൈഡ് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഇവിടെ ഫോർമാൽഡിഹൈഡും ഗ്ലൂട്ടമാൾഡിഹൈഡും വരുന്നുണ്ട്. ഒരു ഓപ്ഷൻ എ ആൻഡ് സി എന്നുണ്ട്. അപ്പോൾ അതാണ് കറക്റ്റ് വരിക. നെക്സ്റ്റ്, അക്രിഡിൻ ഡൈസ് ആർ മോർ എഫക്റ്റീവ് എഗെയിൻസ്റ്റ്. അക്രിഡിൻ ഡൈസ് എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ളത്? ഗ്രാം പോസിറ്റീവിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അക്രിഡിൻ ഡൈസ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ സ്റ്റെറിലൈസിങ് ഏജൻറ്റ് ഈസ്, ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എത്തിലീൻ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ടെട്രാക്ലോറൈഡ്. ഇതിനകത്ത് ഏതാണ് സ്റ്റെറിലൈസിങ് ഏജൻ്റ് ആയിട്ട് വരുന്നുള്ളത്? ഇതൊന്നും വരില്ല, പകരം വരുള്ളൂ എത്തിലീൻ ഓക്സൈഡ് മാത്രം. നെക്സ്റ്റ്, സാൾട്ട്സ് ഓഫ് ഹെവി മെറ്റൽസ് യൂസ്ഡ് ആസ് ഡിസിൻഫെക്റ്റൻസ്. ഇതിനകത്ത് ഏത് ഹെവി മെറ്റൽസിൻ്റെ ഏതൊക്കെ സാൾട്ട്സ് ആണ് ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്? തയോ മെർസാൽ നൈട്രേറ്റ്, ഫീനൈൽ മെർക്കുറി, മെർക്യൂറോക്രോം. ഓൾ ദ എബോവ് ആണ് കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ്, കൾച്ചേഴ്സ് ആർ പ്രിപ്പയർഡ് ബൈ പെനിട്രേറ്റിംഗ് ദ ഇനോക്കുലേഷൻ ലൂപ്പ് വിത്ത് ദ സസ്പെൻഷൻ ഇൻ ടു ദ മീഡിയം. ദേ ആർ, എങ്ങനെയാണ് കൾച്ചർ പ്രിപ്പയർ ചെയ്യുന്നത്? ഇനോക്കുലേഷൻ ലൂപ്പ് നമ്മുടെ സസ്പെൻഷനിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ടാണ് ആ കൾച്ചർ ഉണ്ടാക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്റ്റാബ് കൾച്ചർ എന്ന് പറയാം. എന്താണ് സ്റ്റാബ് കൾച്ചർ? ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഡൈല്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഡൈല്യൂഷൻ. നെക്സ്റ്റ്, കൾച്ചർ മീഡിയ ഫോർ ഫംഗൈ ആർ. ഫംഗൈൻ്റെ കൾച്ചർ മീഡിയ ആണ് ഒന്ന് PDA, പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാർ, പിന്നെ സാബുറഡ്സ് അഗാർ, പിന്നെ സെപാഡോക്സ് അഗാർ. ഇതെല്ലാം വരും കേട്ടോ. ഓൾ ദി അബവ് ആണ്. നെക്സ്റ്റ്, ഇത് നമുക്ക് വേണ്ട. നെക്സ്റ്റ്, ദ ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ബാക്ടീരിയ വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് പാസ്ചറൈസേഷൻ ബട്ട് ഡസ് നോട്ട് ഗ്രോ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഹയർ ടെമ്പറേച്ചറിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള ബാക്ടീരിയാസിനെ നമ്മൾ പറയും തെർമോഡ്യൂറിക് എന്ന് പറയും. എന്താണ് തെർമോഡ്യൂറിക്? കാരണം പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഹയർ ടെമ്പറേച്ചറിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെയാണെന്ന് പറയാം തെർമോഡ്യൂറിക്. അടുത്തത്, എ കോമൺ ലബോറട്ടറി മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് അനേറോബിക് മൈക്രോ ഓർഗാനിസം. അനേറോബിക് മൈക്രോ ഓർഗാനിസത്തിനെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പൈറോഗാലിക് ആസിഡ് ഓവർ ദ കോട്ടൺ ആണ് കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് ആൽക്കലി ഫൈൽസ് എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ പി എച്ചിൽ സർവൈവ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഏതാണ് അസിഡിക് പി എച്ച് വരുന്നുണ്ട്. ഇവിടെ അത്രയ്ക്കൊന്നും ആൽക്കലൈൻ എത്തിയിട്ടില്ല, ഒരു ന്യൂട്രോഫൈൽസ് ആയിരിക്കും 6 to 9 നമുക്ക് ഏതാണ്ട് ആൽക്കലി ഫൈൽസ് ആയതുകൊണ്ട് 7 to 12. ഇനി ദ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ അറ്റ് ഹൈ സലൈനിറ്റിയിൽ ഗ്രോ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഹാലോഫൈൽസും വരുന്നുണ്ട്, ഓസ്മോഫൈൽസും വരുന്നുണ്ട്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി വരും. നെക്സ്റ്റ് നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് കോളനീസ് ഓൺ മെക്കോങ്കീസ് മീഡിയം ആർ. ഇതിനകത്ത് നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് കോളനീസ്, നമ്മുടെ മെക്കോങ്കി മീഡിയത്തിനകത്ത് നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് കോളനീസ് ഫോം ചെയ്യുന്നത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കറക്റ്റ് വരിക സാൽമോണല്ല ടൈഫൈ ആണ് കേട്ടോ. ഏതാണ് സാൽമോണല്ല ടൈഫൈ. നെക്സ്റ്റ് വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം ഈസ് യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ്. വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം ഏതിൻ്റെയാണ്? സാൽമോണല്ല ടൈഫൈൻ്റെയാണ്. അതിൻ്റെ താഴോട്ടുള്ള നമുക്ക് വേണ്ട. നെക്സ്റ്റ് ഓൺ മെക്കോങ്കീസ് മീഡിയം ഈക്കോളൈ ഫോംസ്. ഈക്കോളൈ എന്താണ്? ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണ്, അതുകൊണ്ട് പിങ്ക് കളേർഡ് കോളനീസ് ആണ് ഫോം ചെയ്യുക. നെക്സ്റ്റ് സി ഡിഫ്തീരിയ റിക്വയേഴ്സ്. ഏത് മീഡിയമാണ് ഡിഫ്തീരിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്? PTA അല്ലെങ്കിൽ പൊട്ടാഷ്യം ടെല്ലൂറൈറ്റ് മീഡിയം എന്ന് പറയും. പൊട്ടാഷ്യം ടെല്ലൂറൈറ്റ് മീഡിയം. നെക്സ്റ്റ് മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണ്? LJ മീഡിയം. LJ മീഡിയമാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിൻ്റെ കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ലെപ്രേ ബാസിലസ് ഈസ് ബെസ്റ്റ് കൾച്ചേർഡ് ഓൺ. അത് ഫുഡ് പാഡ് ഓഫ് മൈസ് ആണ് കറക്റ്റ് വരിക കേട്ടോ. ഫുഡ് പാഡ് ഓഫ് മൈസ് ആണ് ലെപ്രേ ബാസിലേക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് കൾച്ചർ മീഡിയം ഓഫ് ക്ലോസ്ട്രീഡിയ സ്പീഷീസ്. ഇവിടെ ക്ലോസ്ട്രീഡിയ സ്പീഷീസ് എന്ന് പറയുമ്പോൾ അനേറോബിക് ഓർഗാനിസം ആണ്, അതുകൊണ്ട് തന്നെ ഒരു അനേറോബിക് മീഡിയം എടുക്കാം. ഏതാണ്? റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം. ഓക്കെ അല്ലേ? പ്രൈമറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ ഏതാണ്? കാർബോൾ ഫുഡ്സിനാണോ, മാലക്കൈറ്റ് ഗ്രീൻ ആണോ, മെത്തിലീൻ ബ്ലൂ ആണോ, സാഫ്രനിനാണോ? കറക്റ്റ് ഓപ്ഷൻ വരിക കാർബൺ ഫുഡ്സിനാണ് കേട്ടോ. നെക്സ്റ്റ് ദ പ്യുവർ കൾച്ചർ ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ അനേറോബിക് ബാക്ടീരിയ. പുതിയൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പ്യുവർ കൾച്ചർ ടെക്നിക്ക്? നമ്മൾ ഒരുപാട് പ്യുവർ കൾച്ചർ ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്. അനേറോബിക് ബാക്ടീരിയക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതെന്നാണ്? നമ്മൾ സ്ട്രീക്ക് പഠിച്ചു, പോർ പഠിച്ചു, സ്പ്രെഡ് പ്ലേറ്റ് പഠിച്ചു അല്ലേ. ഇതൊക്കെ എന്തിനായിരുന്നു? എയറോബിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആരാ ബാക്കിയുള്ള റോൾ ട്യൂബും മെത്തേഡ്. അതാണ് എന്ത്? ഒരു പ്യുവർ കൾച്ചർ ടെക്നിക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്? അനേറോബിക് ബാക്ടീരിയ. The method used for preservation of microorganism in viable condition. അതായത് വയബിൾ കണ്ടീഷനിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ലയോഫിലൈസേഷൻ എന്ന് പറയാം കേട്ടോ. ലയോഫിലൈസേഷൻ നോട്ട് ചെയ്ത് വെക്കണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ ക്യാൻ ഗ്രോ ഇൻ അസിഡിക് പി എച്ച്. അസിഡിക് പി എച്ചിനകത്ത് ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയ ഏതെന്നാണ് ചോദിച്ചത്. ഈക്കോളൈ അല്ല. പിന്നെ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ലാക്ടോബാസിലസ് അസിഡോഫിലസ്. അസിഡോഫിലസ് എന്ന് പറയുമ്പോൾ അവർ അസിഡ് പി എച്ചിൽ ഗ്രോ ചെയ്യുന്നവരല്ലേ. അപ്പോൾ ലാക്ടോബാസിലസ് ആണ് ഇവിടെ കറക്റ്റ് വരിക. നെക്സ്റ്റ് ഇത് വേണ്ട. നെക്സ്റ്റ് ഹൗ മെനി പെർസെൻറ്റേജ് ഇസ് ദ എഫിഷ്യൻസി ഓഫ് ഹെപ്പ ഫിൽട്ടർ. ഹെപ്പ ഫിൽട്ടർ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിൽട്ടറാണ്. ഹെപ്പ എന്ന് പറയുമ്പോൾ ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് എയർ ഫിൽട്ടർ. എന്താണ്? ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് എയർ ഫിൽട്ടറാണ് ഹെപ്പ ഫിൽട്ടർ. അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 99.97% ആണ്. എത്രയാണ്? 99.97. അത്രത്തോളം എഫിഷ്യൻസി ഉള്ള ഒരു ഫിൽട്ടറാണ് ഇത് ഹെപ്പ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് എയർ ഫിൽട്ടർ. നെക്സ്റ്റ് ബ്രാഞ്ച് ഓഫ് മൈക്രോബയോളജി കൺസേൺഡ് വിത്ത് ദ മോണിറ്ററിംഗ്, കൺട്രോൾ ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റീസ്. എന്തൊക്കെയാണ്? മോണിറ്ററിംഗ്, കൺട്രോൾ ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ് ഇൻ കമ്മ്യൂണിറ്റി. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻസിൻ്റെയും അതുപോലെ തന്നെ മോളിക്കുലർ ഇൻഹെറിറ്റൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. ടാക്സോണമി നമുക്കറിയാം അല്ലേ. പ്ലാന്റ്സിൻ്റെ കേസിലും ആനിമൽസിൻ്റെ കേസിലായാലും നെയിമിംഗ് ഒക്കെ നോക്കുന്നതാണ് ടാക്സോണമി. പിന്നെയുള്ളത് ഏതാണ്? എപ്പിഡെമോളജി. എപ്പിഡെമിയോളജിയാണ് ഏത്? നമ്മുടെ മോണിറ്ററിംഗ്, കൺട്രോൾ ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2 ഡൊമൈൻസ് ടു വിച്ച് പ്രൊക്യാരിയോട്സ് ആർ ക്ലാസിഫൈഡ്. നമുക്കറിയാം പ്രൊക്യാരിയോട്ടിക് സെല്ലുണ്ട്, യൂക്യാരിയോട്ടിക് സെല്ലുണ്ട് അല്ലേ. അതിനകത്ത് യൂക്യാരിയോട്സ് ആൻഡ് പ്രൊക്യാരിയോട്സ് രണ്ടുണ്ട് അല്ലേ. അതിനകത്ത് പ്രൊക്യാരിയോട്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ബാക്ടീരിയയും അതുപോലെ തന്നെ ആർക്കെ ബാക്ടീരിയയുമാണ് ഇതിനകത്ത് വരുന്നുള്ളത്, പ്രൊക്യാരിയോട്സിനകത്ത് വരുന്നുള്ളത്. നെക്സ്റ്റ് കോമ ഷേപ്ഡ് ബാക്ടീരിയ ആർ ഓൾസോ കോൾഡ് ആസ് കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ എന്താ വിളിക്കുക? നമ്മൾ
കൊക്കൈ എന്ന് വെച്ചാൽ എന്താണ്? സ്ഫെറിക്കൽ അല്ലെങ്കിൽ ഓവൽ. ബാസിലൈ എന്ന് വെച്ചാൽ എന്താണ്? റോഡ് ഷേപ്ഡ്. വിബ്രിയോ എന്ന് വെച്ചാൽ എന്താണ്? കോമ ഷേപ്ഡ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കോമ ഷേപ്ഡ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മൈക്രോബാക്ടീരിയ ആർ സ്റ്റെയിൻഡ് വിത്ത്. മൈക്രോബാക്ടീരിയ ഏതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുക? ഏത് മെത്തേഡിനകത്താണ്? ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് അല്ല, സിമ്പിൾ സ്റ്റെയിനിങ്ങിനകത്ത് അത് കാണൂല. ഗ്രാം സ്റ്റെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രാം ന്യൂട്രൽ ആണ്. ഗ്രാം പോസിറ്റീവും അല്ല, അത് ഗ്രാം നെഗറ്റീവും അല്ല. അതുകൊണ്ട് നമുക്ക് മൈക്രോബാക്ടീരിയനെ ഗ്രാം സ്റ്റെയിനിങ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അതെന്താണ്? ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണ് അല്ലേ? ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് അല്ല, ആസിഡ് ഫാസ്റ്റിംഗ് ആണ് അല്ലേ? അപ്പോൾ മൈക്രോബാക്ടീരിയനെ നമ്മൾ സീൽ നിൽസൺ മെത്തേഡ് അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ മൈക്രോബാക്ടീരിയ ഏത് മെത്തേഡിലൂടെയാണ്? സീൽ നിൽസൺ സ്റ്റെയിനിങ്. സീൽ നിൽസൺ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ മറ്റൊരു പേരാണ്? നമ്മുടെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൻ്റെ മറ്റൊരു പേരാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ്. ദ എബിലിറ്റി ഓഫ് മൈക്രോസ്കോപ്പ് ടു ഡിസ്റ്റിങ്ക്ട്ലി സെപ്പറേറ്റ് ടു സ്മോൾ എലമെൻറ്റ്സ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റിനകത്തിൽ രണ്ട് സ്മോൾ എലമെൻറ്റ്സിന്, നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചറിനകത്ത് കുറേ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? അതിൽ 2 മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള മൈക്രോസ്കോപ്പിൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റിസോൾവിങ് പവർ എന്ന് പറയാം, അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്ന് പറയും. എന്താണ്? റിസോൾവിങ് പവർ ഇസ് ദ എബിലിറ്റി ഓഫ് എ മൈക്രോസ്കോപ്പ് ടു ഡിസ്റ്റിങ്ക്ട്ലി സെപ്പറേറ്റ് 2 small elements in the structure of an object. Okay. Next, the main structural component of cell wall of fungi. ഫംഗൈൻ്റെ സെൽ വാളിൻ്റെ മെയിൻ കോമ്പോണൻ്റ് ആണ് ഇത്? കൈറ്റിൻ എന്ന് പറയുന്നത്. നമ്മൾ ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവിനകത്ത് എന്താ പറഞ്ഞത്? പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലേ? പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട് ഏതിനകത്ത്? ഗ്രാം പോസിറ്റീവിനകത്ത്. ഗ്രാം നെഗറ്റീവിനകത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. പിന്നെ നമ്മുടെ ആസിഡ് ഫാസ്റ്റിംഗ് നോൺ ആസിഡ് ഫാസ്റ്റിംഗ് പറഞ്ഞപ്പോൾ ബാക്ടീരിയൻ്റെ സെൽ വാളിൽ എന്താ പറഞ്ഞത്? അവിടെ മൈക്കോളിക് ആസിഡ് ആണ്. ഇവിടെ ഫംഗൈൻ്റെ സെൽ വാളിനകത്ത് ഏതാണുള്ളത്? കൈറ്റിൻ. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ. മീഡിയ ഇൻ വിച്ച് സ്പെസിഫിക് സബ്സ്റ്റൻസ് ഈസ് ആഡഡ് ഇൻ സോളിഡ് മീഡിയ വിച്ച് ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് അൺവാണ്ടഡ് ബാക്ടീരിയ ആൻഡ് ഫേവേഴ്സ് ദ ഗ്രോത്ത് ഓഫ് വാണ്ടഡ് ബാക്ടീരിയ. അതായത് ഒരു മീഡിയക്കകത്ത്, ഒരു സോളിഡ് മീഡിയക്കകത്ത് നമ്മൾ എന്താണ് ചില സബ്സ്റ്റൻസിനെ നമ്മൾ ആഡ് ചെയ്യാണ്. ആ സബ്സ്റ്റൻസ് എന്താ ചെയ്യുക? നമ്മുടെ അൺവാണ്ടഡ് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും, അതുപോലെ തന്നെ വാണ്ടഡ് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് ഫേവർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ സെലക്റ്റീവ്ലി നമ്മുടെ വാണ്ടഡ് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് ഫേവർ ചെയ്യുന്ന അത്തരം മീഡിയത്തിനാണ് നമ്മൾ എന്ത് പറയുക? സെലക്റ്റീവ് മീഡിയാസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ എൻറിച്ച്ഡ് മീഡിയ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻറിച്ച്ഡ് മീഡിയ പോലെ തന്നെയാണ് ആരും വരുന്നുള്ളത്, എൻറിച്ച്മെൻറ്റ് മീഡിയ. പക്ഷേ എൻറിച്ച്ഡ് മീഡിയ ഒരു സോളിഡ് മീഡിയ ആണ്, എൻറിച്ച്മെൻറ്റ് മീഡിയ ഒരു ലിക്വിഡ് മീഡിയ ആണ്. പിന്നെ സെലക്റ്റീവ് മീഡിയ നമ്മളിപ്പോൾ പറഞ്ഞു, പർട്ടിക്കുലർലി ഒരു വാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയന് മാത്രം ഗ്രോത്ത് ഫേവർ ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നുള്ളത്? ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മീഡിയ എന്താ ചെയ്യുന്നുള്ളത്? ഗ്രാം നെഗറ്റീവിന് ഒരു കളറിലും ഗ്രാം പോസിറ്റീവിന് ഒരു കളറിലും, അതുപോലെ തന്നെ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിന് ഒരു കളറിലും നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിന് ഒരു കളറിലും, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? ഡിഫറൻഷ്യൽ മീഡിയ. ഓക്കെ അല്ലേ? ഇനി വാട്ട് ഈസ് മൈക്രോബയോളജി? മൈക്രോബയോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ആർ വിസിബിൾ ടു ഹ്യൂമൻ ഐസ്, സ്റ്റഡി ഓഫ് ആനിമൽസ് ആൻഡ് ദെയർ ഫാമിലി, സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ആർ നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐസ്, സ്റ്റഡി ഓഫ് മൈക്രോസ്കോപ്പ്. ഇതൊന്നുമല്ല, പകരം ഇതാണ് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ആർ നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐസ് അല്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. ഈ നമ്പറൊക്കെ മൊത്തം മിസ്റ്റേക്കാണ്, അത് കറക്റ്റ് ചെയ്യാനൊന്നും ടൈമില്ല. ഓക്കെ, നിങ്ങളത് നോക്കി ടെൻഷൻ ആവേണ്ട കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഹെൽപ്സ് ഇൻ ഗ്യാതറിങ് ആൻഡ് ഫോക്കസിങ് ലൈറ്റ് റേസ് ഓൺ ദ സ്പെസിമെൻ ടു ബി വ്യൂഡ്? അതായത് നമ്മുടെ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ അതിനെ നമ്മുടെ സ്പെസിമെനിലേക്ക് ഗ്യാദർ ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ്? കണ്ടൻസർ ലെൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? ആൽക്കഹോളിക് ബിവറേജസ്, ഫെർമെൻറ്റേഷൻ വഴി അല്ലേ? ഫെർമെൻറ്റഡ് ഡയറി പ്രൊഡക്ട്സ്, അവിടെയും ഫെർമെൻറ്റേഷൻ വേണമെങ്കിൽ ആര് വേണം? മൈക്രോ ഓർഗാനിസം വേണം. പിന്നെ ബ്രെഡ്. അപ്പോൾ ഓൾ ഓഫ് ദ മെൻഷൻഡ് ആണ് കറക്റ്റ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും കണ്ടപ്പോൾ ഞാൻ എടുത്തു. ദ ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ ഓൺ ലൈറ്റ് മൈക്രോസ്കോപ്പി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വിത്ത്. ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പീൻ്റെ കേസിൽ ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ കിട്ടണമെങ്കിൽ, ഹൈ റെസൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഷോർട്ട് വേവ് ലെങ്ത് ആയിരിക്കണം. ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആവാൻ പാടില്ല. ആൻ ഒബ്ജക്റ്റ് വിത്ത് മിനിമം ന്യൂമറിക്കൽ അപ്പേർച്ചർ. ഇവിടെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും
മാക്സിമം ന്യൂമറിക്കൽ അപ്പർച്ചറും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈ റെസൊല്യൂഷൻ വേണമെങ്കിൽ ഒന്ന് വേണ്ടത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്ത്, അതുപോലെ തന്നെ മാക്സിമം ന്യൂമറിക്കൽ അപ്പർച്ചർ, രണ്ടും ഒരുമിച്ച് കൂടിയാൽ എന്താണ് റെസൊല്യൂഷൻ കൂടുതലായിരിക്കും. ഓക്കെ, പഠിച്ചു വെക്കുക. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും അതുപോലെ തന്നെ മാക്സിമം ന്യൂമറിക്കൽ അപ്പർച്ചറും. ഇവിടെ അതിൻ്റെ റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ നോക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലൈറ്റ് വേവ്സ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് മൈക്രോസ്കോപ്പിക്കകത്താണ്. മാഗ്നറ്റിക് ഫീൽഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പകരം ഏതാണ് ഇലക്ട്രോൺ ബീംസ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് യൂസ് ചെയ്യുന്നത്. ബാക്ടീരിയ ഹാവിങ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഫ്ലജല്ല അറ്റ് ബോത്ത് പോൾസ് ഓഫ് സെൽസ്. അതായത് ബാക്ടീരിയൻ്റെ മൊട്ടിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഫ്ലജല്ല എന്ന് പറയുന്നത് അല്ലേ, ഒരു ഇതാണ്. അപ്പോൾ ഇത് എന്താണ്, എന്താ ക്വസ്റ്റ്യൻ? ബാക്ടീരിയ ഹാവിങ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഫ്ലജല്ല അറ്റ് ബോത്ത് പോൾസ്, അതായത് രണ്ട് പോൾസിൽ ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് ഓഫ് ഫ്ലജല്ലയിൽ നിന്ന് നമ്മൾ എന്ത് വിളിക്കും? ആംഫിട്രൈക്കസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ആംഫിട്രൈക്കസ് എന്ന് വിളിക്കും. ഇനി ഇതേ ബാക്ടീരിയൽ സെല്ലിന് ഒറ്റ ഫ്ലജല്ല മാത്രമേ ഉള്ളൂ, ഒറ്റ ഫ്ലജല്ല മാത്രമാണെങ്കിൽ അത് മോണോട്രൈക്കസ് എന്ന് വിളിക്കും. മോണോട്രൈക്കസ് എന്ന് വിളിക്കും. അപ്പോൾ ആംഫിട്രൈക്കസ് എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് സൈഡിലും ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ളതിനെ നമ്മൾ ആംഫിട്രൈക്കസ് എന്ന് വിളിച്ചു. മോണോട്രൈക്കസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒന്ന് മാത്രം. ഇനി പെരിട്രൈക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? പെരിട്രൈക്കസ് എന്ന് പറയുമ്പോൾ മൊത്തം ചുറ്റുപാടും ഉണ്ട് ഫ്ലജല്ല, അതിന് നമ്മൾ എന്ത് പറയും? പെരിട്രൈക്കസ് എന്ന് പറയും. ഇനി ലോഫോട്രൈക്കസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലോഫോട്രൈക്കസ് എന്ന് വെച്ചാൽ ഒരറ്റത്ത് കുറേ എണ്ണം, രണ്ടറ്റത്ത് കുറേ എണ്ണത്തിന് നമ്മൾ ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞു. ഇനി ഒരറ്റത്ത് മാത്രം കുറേ എണ്ണം ഉള്ളതിന് നമ്മൾ ലോഫോട്രൈക്കസ് എന്ന് പറയും. പിന്നെ ചുറ്റുപാടുള്ളതിന് നമ്മൾ പെരിട്രൈക്കസ് എന്ന് പറയും. ഒന്ന് മാത്രമുള്ളതിന് നമ്മൾ മോണോട്രൈക്കസ് എന്ന് പറയും. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ലസ്റ്റേഴ്സ് ഓഫ് ഫ്ലജല്ല അറ്റ് ബോത്ത് ദ പോൾസ്, അതായത് രണ്ട് സൈഡിലും ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ളത്, അതിനെ നമ്മൾ എന്ത് പറയാം? ആംഫിട്രൈക്കസ് എന്ന് പറയാം. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെയിനിങ് റിയേജൻസ് ഇൻ ഗ്രാം സ്റ്റെയിനിങ്? അതായത് ഗ്രാം സ്റ്റെയിനിങ്ങിനകത്ത് നമ്മൾ ആദ്യം പ്രൈമറി സ്റ്റെയിന്, പിന്നെ മോഡൻ്റ്, ഡീകളറൈസർ, കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വരില്ല, കാരണം എന്ന് വെച്ചാൽ അയഡിൻ സൊല്യൂഷനിലല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിസ്റ്റൽ വയലറ്റിലാണല്ലേ. എൻഡ് ചെയ്യുന്നുള്ളത് ഏതിലാണ്? സാഫ്രനിലാണ്. ഇവിടെ എൻഡ് ചെയ്യുന്നത് സാഫ്രനിലല്ല, അപ്പോൾ ഇതും വരില്ല. പിന്നെ ഏതാണ്? ആദ്യം ക്രിസ്റ്റൽ വയലറ്റ് എടുത്തു, പ്രൈമറി സ്റ്റെയിൻ. ഓക്കെ, അത് രണ്ട് എയും ബിയിലും കറക്റ്റാണ്. നെക്സ്റ്റ് ക്രിസ്റ്റൽ വയലറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മോർഡൻ്റ് ആണ് എടുക്കുന്നത്. മോർഡൻ്റ് ഏതാണ്? അയഡിൻ സൊല്യൂഷനാണ്. ആൽക്കഹോൾ എന്താണ്? ഡീകളറൈസർ ആണ്. പിന്നെ കൗണ്ടർ സ്റ്റെയിൻ വരണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. വിച്ച് ബാക്ടീരിയ അപ്പിയേഴ്സ് പർപ്പിൾ വയലറ്റ് കളർ ആഫ്റ്റർ സ്റ്റെയിനിങ്? പർപ്പിൾ വയലറ്റ് കളർ ആഫ്റ്റർ സ്റ്റെയിനിങ് ഏത്? ഗ്രാം സ്റ്റെയിനിങ്ങിനകത്താണ് കേട്ടോ. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിനകത്ത് പർപ്പിൾ വയലറ്റ് കളർ കിട്ടുന്നുള്ളത് ഏത് ബാക്ടീരിയക്കകത്താണ്? ഗ്രാം പോസിറ്റീവ് ആണോ? ഗ്രാം നെഗറ്റീവ് ആണോ? ബോത്ത് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് വരുന്നുണ്ടോ? അല്ല, ഗ്രാം പോസിറ്റീവിനും ഇല്ല, ഗ്രാം നെഗറ്റീവിനും ഇല്ല. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രാം പോസിറ്റീവിനും ഗ്രാം നെഗറ്റീവിനും പർപ്പിൾ വയലറ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുമോ? ഇല്ലല്ലോ, അപ്പോൾ ഇത് വരില്ല. പിന്നെ രണ്ടിനും വരാണ്ടിരിക്കുന്നില്ല. ഗ്രാം പോസിറ്റീവ് ആണോ? ഗ്രാം നെഗറ്റീവ് ആണോ? ഗ്രാം നെഗറ്റീവിൻ്റെ കേസിൽ അതിൻ്റെ സെൽ വാളിന് ഏതാണ് അധികമുള്ളത്? ലിപ്പിഡ്സ് ആണ് അധികമുള്ളത്. ഗ്രാം പോസിറ്റീവിൻ്റെ കേസിൽ പെപ്റ്റിഡോഗ്ലൈക്കനും ടീക്കോയിക് ആസിഡാണ് ഉള്ളത്. അപ്പോൾ ഏതിനകത്താണ് ആദ്യം ആഡ് ചെയ്യുന്ന നമ്മൾ പ്രൈമറി സ്റ്റെയിൻ്റെ കളറ് അവർ പിടിച്ച് വെക്കുന്നുള്ളത്? ഗ്രാം പോസിറ്റീവിനകത്താണ്. ഗ്രാം നെഗറ്റീവിൻ്റെ കേസിൽ അവരുടെ സെൽവാളിനകത്ത് ഏതാ ഉള്ളത്? ലിപ്പിഡ്സ് ആണുള്ളത്. അപ്പോൾ നമ്മളത് ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പിഡ്സ് എന്തിൻ്റെ കൂടെ പോവും? ആൽക്കഹോളിൻ്റെ കൂടെ പോവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വയലറ്റ് കളറും പോവും. അപ്പോൾ ഗ്രാം നെഗറ്റീവ് അതിന് കിട്ടുന്ന കളർ ഏതിൻ്റെയാണ്? നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാഫ്രനിൻ്റെ കളറാണ്. അപ്പോൾ ഗ്രാം പോസിറ്റീവാണ് പർപ്പിൾ വയലറ്റ് കളറിൽ കാണുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെയിനിങ് ടെക്നിക് ഹെൽപ്സ് ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് സ്പോർ സ്ട്രക്ചർ ഇൻ ബാക്ടീരിയ ആസ് വെൽ ആസ് ഫ്രീ സ്പോർസ്? സ്പോർ സ്ട്രക്ചറിന് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഫ്ലജല്ല സ്റ്റെയിൻസ് എന്തിനാണ്? ഫ്ലജല്ലേനെ സ്റ്റെയിൻ ചെയ്യാൻ. ക്യാപ്സ്യൂൾ സ്റ്റെയിൻസോ? ക്യാപ്സ്യൂളിനെ സ്റ്റെയിൻ ചെയ്യാൻ. എൻഡോസ്പോർ സ്റ്റെയിൻസോ? സ്പോറിനെ സ്റ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഏത് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന് ഏതാ വരുന്നുള്ളത്? നമ്മുടെ സീൽ നീൽസൺ സ്റ്റെയിനിങ്, അല്ലെങ്കിൽ എന്താണ് AFB എന്ന് പറയുന്നത്? ഏതാണ്? ആസിഡ് ഫാസ്റ്റിനെയും നോൺ ആസിഡ് ഫാസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പോർ സ്ട്രക്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എൻഡോസ്പോർ സ്റ്റെയിനിങ്. നെക്സ്റ്റ്, ഇൻ ഗ്രാം സ്റ്റെയിനിങ് അയഡിൻ ഈസ് യൂസ്ഡ് ആസ് എ. അയഡിൻ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെയിൻ ആയിട്ടാണോ? അല്ല, സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരുന്നു? ക്രിസ്റ്റൽ വയലറ്റ് ആയിരുന്നു. പിന്നെ ഫിക്സേറ്റീവ് ആയിട്ടാണോ? അല്ല, പകരം മോർഡൻ്റ് ആയിട്ടാണ് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങിൽ അയഡിൻ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രൈമറി സ്റ്റെയിൻ ക്രിസ്റ്റൽ വയലറ്റ്, പിന്നെ മോർഡൻ്റ് ആയിട്ടുള്ള അയഡിൻ, പിന്നെ ഡീകളറൈസ്ഡ് ആയിട്ടുള്ള ആൽക്കഹോൾ,
പിന്നെ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സാഫ്രൻ. അപ്പോൾ അയഡിൻ ഏതാണ്? മോർഡൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ എക്സാമ്പിൾ ഫോർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ? നമുക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ നമ്മൾ എല്ലാ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസിൻ്റെ പേരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഓപ്ഷൻ ഒന്ന് നോക്കിയേ. ലാക്ടോബാസിലസ്, ഈ കൊളൈ, സ്റ്റഫൈലോകോക്കസ് ഏരിയസ്, ബാസിലസ് സബ്റ്റിലിസ്. നമ്മൾ MPN പഠിച്ചപ്പോൾ പറഞ്ഞു ഈ കൊളൈ ഈസ് എ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ അല്ലേ? അപ്പോൾ ഈ കൊളൈ ഈസ് എ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. അപ്പോൾ ഈ കൊളൈ ഏതാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. നെക്സ്റ്റ്, റിസോൾവിങ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് എ ഫങ്ഷൻ ഓഫ്. നമ്മൾ പറഞ്ഞു എന്താണ് റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ, അത് കൂടുതൽ വേണമെങ്കിൽ, നല്ല ഹൈ റിസോൾവിങ് ഗ്രേറ്റസ്റ്റ് റിസൊല്യൂഷൻ വേണമെങ്കിൽ വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് ഷോർട്ട് ആയിരിക്കണം, അതുപോലെ തന്നെ ന്യൂമറിക്കൽ അപ്പേച്ചർ മാക്സിമം ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷനിൽ വേവ് ലെങ്ത്തും വന്നിട്ടുണ്ട്, ന്യൂമറിക്കൽ അപ്പേച്ചറും വന്നിട്ടുണ്ട്. വേവ് ലെങ്ത് മാത്രം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, ന്യൂമറിക്കൽ അപ്പേച്ചർ മാത്രം സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ ഡിനകത്ത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓയിൽ ഇമ്മേഷൻ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഒക്കെ അറിയാലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു 100x ഓയിൽ ഇമ്മേഷൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട് അല്ലേ? അതിൻ്റെ ന്യൂമറിക്കൽ അപ്പേച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.33 ആണ് കേട്ടോ. എത്രയാണ്? 1.33. ഇൻ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പി പഠിച്ചു. അതിനകത്ത് ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിക്കകത്ത് വിച്ച് ഓഫ് ദ ഫോളോവിങ് പെർഫോംസ് ദ ഫംഗ്ഷൻ ഓഫ് റിമൂവിങ് ഓൾ ലൈറ്റ് എക്സെപ്റ്റ് ദ ബ്ലൂ ലൈറ്റ്. നമുക്ക് വേണ്ട പർട്ടിക്കുലർ ലൈറ്റിനെ മാത്രം പാസ് ചെയ്യണം, റിമൈനിങ് ആയിട്ടുള്ള എല്ലാ ലൈറ്റിനെയും നമുക്ക് റിമൂവ് ചെയ്യണം. അത് ആരുടെ ഫംഗ്ഷനാണ്? ഏതിനകത്ത്? ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിക്കകത്ത്. ഒരു ഫിൽറ്ററിൻ്റെ ആണ്, ഒരിക്കലും മിററിൻ്റെയോ ലാമ്പിൻ്റെയോ ഒന്നല്ല. എക്സൈറ്റർ ഫിൽറ്ററാണോ ബാരിയർ ഫിൽറ്ററാണോ? ഇവിടെ വരുന്നുള്ളത് എക്സൈറ്റർ ഫിൽറ്ററാണ്. എക്സൈറ്റർ ഫിൽറ്ററാണ് ഏത്? നമ്മുടെ ബാക്കിയുള്ള എല്ലാ വേവ് ലെങ്ത്തിൻ്റെ ലൈറ്റിനെ റിമൂവ് ചെയ്തിട്ട് ബ്ലൂ ലൈറ്റിനെ മാത്രം കടത്തിവിടുന്ന ആരാണ്? എക്സൈറ്റർ ഫിൽറ്ററാണ്. ഏതിനകത്ത്? ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പി. നെക്സ്റ്റ്, ടോട്ടൽ മാഗ്നിഫിക്കേഷൻ. അതായത് നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത ചെറിയ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ വലുതായി കാണുന്നില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാത്രം മാഗ്നിഫൈയിങ് പവർ കൊണ്ടാണോ, ഐപീസിൻ്റെ ആണോ, അതോ കണ്ടൻസർ ലെൻസിൻ്റെ ആണോ, അതോ മാഗ്നിഫൈയിങ് പവർ ഓഫ് ബോത്ത് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐപീസ് വരുമോ? ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫൈയിങ് പവർ വരുന്നുണ്ട്, അതിനുശേഷം നമ്മൾ ഏതിലൂടെ നോക്കുന്ന ഐപീസ്. അപ്പോൾ രണ്ടിൻ്റെയും മാഗ്നിഫൈയിങ് പവർ കൂടിയിട്ടാണ് നമുക്ക് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കിട്ടുന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഇൻ ലൈറ്റ് മൈക്രോസ്കോപ്പി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ഫിക്സേറ്റീവ്സ് പ്രയർ ടു സ്റ്റെയിനിങ് ടെക്നിക്. അതായത് ചില സ്റ്റെയിനിങ് ടെക്നിക്കിനകത്ത് നമ്മൾ സെൽസിന് എന്താണ് ഫിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചില ഫിക്സേറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓസ്മിക് ആസിഡ്, ഗ്ലൂട്ടറാൾഡിഹൈഡ്, ഹീറ്റ്, പിന്നെ 3 തന്നിട്ടുണ്ട്. അതായത് ഓൾ ദ എബോവ് എന്നുള്ള പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ലൈറ്റ് മൈക്രോസ്കോപ്പിയാണ്. ലൈറ്റ് മൈക്രോസ്കോപ്പിക്കകത്ത് നമ്മൾ ഹീറ്റാണ് ഫിക്സേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റാണ്. ഇനി ഇതിന് പകരം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്നോ അല്ല വേറെ ഏതെങ്കിലും മൈക്രോസ്കോപ്പിൽ നിന്നാണെങ്കിൽ കോമൺലി കൊടുക്കുകയാണെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നിന്ന് അല്ലാണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻ മൈക്രോസ്കോപ്പിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഓസ്മിക് ആസിഡും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഗ്ലൂട്ടറാൾഡിഹൈഡും യൂസ് ചെയ്യാറുണ്ട്, ഹീറ്റും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഓസ്മിക് ആസിഡും ഗ്ലൂട്ടറാൾഡിഹൈഡൊക്കെ ചില കെമിക്കൽസ് ആണ് നമ്മൾ എന്തിന് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ലൈറ്റ് മൈക്രോസ്കോപ്പി ചോദിച്ചതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ ഹീറ്റാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഫിക്സേഷന് വേണ്ടി നമ്മൾ ഓസ്മിക് ആസിഡും ഗ്ലൂട്ടറാൾഡിഹൈഡും ഹീറ്റും യൂസ് ചെയ്യാറുണ്ട്. ലൈറ്റ് മൈക്രോസ്കോപ്പി ആയതുകൊണ്ട് നമ്മൾ ഏതെടുത്തു? ഹീറ്റ് എടുത്തു. നെക്സ്റ്റ്, ഇൻ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിനകത്ത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിനകത്ത് ദ റേറ്റ് അറ്റ് വിച്ച് ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ഒബ്ജക്റ്റ് ഈസ്. ദ റേറ്റ് അറ്റ് വിച്ച് ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ഒബ്ജക്റ്റ് ഈസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ, എക്സ്പോണൻഷ്യലി റിലേറ്റഡ് ടു ദെയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ? ഇതിലേതാ കറക്റ്റ് വരിക? ഇതിനകത്ത് റേറ്റ് അറ്റ് വിച്ച് ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചു വെക്കുക. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. വിച്ച് പാർട്ട് ഓഫ് ദ മൈക്രോസ്കോപ്പ് കൺട്രോൾസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദ വ്യൂവിങ് ഏരിയ? അതായത് നമ്മൾ നേരത്തെ എന്താ പറയുക, സ്പെസിമെനിലേക്ക് നമ്മുടെ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെല്ലാം കണ്ടൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് ആരായിരുന്നു? ഗ്യാദർ ചെയ്യുന്നുള്ളത് കണ്ടൻസർ ആയിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വ്യൂയിങ് ഏരിയയിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നത് ആരെന്നാണ്. അപ്പോൾ ഈ കണ്ടൻസറിൻ്റെ കൂടെ ഒരാളുണ്ട്, അതാണ് ഡയഫ്രം. അപ്പോൾ ഡയഫ്രം ആണ് വ്യൂയിങ് ഏരിയയിലേക്ക് കടന്നു വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നുള്ളത്.
ഇനി റെസൊല്യൂഷൻ, ഹയസ്റ്റ് റെസൊല്യൂഷൻ കിട്ടണമെങ്കിൽ ന്യൂമറിക്കൽ അപ്പേച്ചർ മാക്സിമം ആവണം, അതുപോലെ തന്നെ വേവ് ലെങ്ത് ഷോർട്ടസ്റ്റ് ആവണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ റെസൊല്യൂഷൻ അറ്റൈൻഡ് ബൈ എ മൈക്രോസ്കോപ്പ് ഈസ് ലിമിറ്റഡ് ബൈ, അത് ലിമിറ്റ് ചെയ്യാൻ ഏതിനെ കൊണ്ട് സാധിക്കും? ഡിഫ്രാക്ഷനെ കൊണ്ട് സാധിക്കും. ഏതാണ്? ഡിഫ്രാക്ഷൻ. നെക്സ്റ്റ്, അൺസ്റ്റെയിൻഡ് സ്പെസിമെൻസ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ബൈ യൂസിങ്. അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പെസിമെൻസിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. ഏതാണ്? ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിക്കകത്ത് നമ്മളിവിടെ പറഞ്ഞു അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ. അപ്പോൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിക്കകത്ത് നമുക്ക് എന്താണ് സ്റ്റെയിൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ്, റോഡമിൻ ഈസ് എ. ഏതാണ്? റോഡമിൻ ഈസ് എ. റോഡമിൻ എന്താണ്? ഒരു ആൻറ്റിബോഡി ആണോ, ഒരു സ്റ്റെയിൻ ആണോ, ഒരു ജെൽ ടൈപ്പ് ആണോ, ഒരു ഫ്ലൂറോക്രോം ആണോ? ഇവിടെ റോഡമിൻ എന്ന് പറയുന്നത് ഒരു ഫ്ലൂറോക്രോം ആണ്. ഓക്കെ, എന്താണ്? ഒരു ഫ്ലൂറോക്രോം ആണ്. നെക്സ്റ്റ്, റിസോൾവിങ് പവർ ഓഫ് ടെം ഈസ് ഡിറൈവ്ഡ് ഫ്രം. ടെം എന്ന് പറയുമ്പോൾ TEM എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. 2 ടൈപ്പിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇല്ലേ? ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. അതിനകത്ത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ എവിടുന്നാണ് വരുന്നുള്ളത്? ഇലക്ട്രോൺസിൽ നിന്നാണ്. റിസോൾവിങ് പവർ എവിടുന്നാണ്? ഇലക്ട്രോൺസിൽ നിന്നാണ്. ദ കാത്തോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് എ. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കാത്തോഡിനകത്ത് കാത്തോഡിൽ എന്താ ഉള്ളത്? കൺസിസ്റ്റ് ഓഫ് എന്താണ്? ടങ്സ്റ്റൺ വയറാണോ, ബൾബാണോ, അയൺ ഫിലമെൻ്റ് ആണോ, ഗോൾഡ് വയറാണോ? ടങ്സ്റ്റൺ വയറാണ് അല്ലേ. ഈ ടങ്സ്റ്റൺ വയറിൽ നിന്നാണ് നമുക്ക് വേണ്ട ഇലക്ട്രോൺസ് വരുന്നുള്ളത്. ടങ്സ്റ്റൺ വയർ ആക്ട്സ് ആസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അത് ടങ്സ്റ്റൺ വയറാണ്. ഇമേജ് ഫോർമേഷൻ ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഈസ് ബേസ്ഡ് ഓൺ. അതായത് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻ ഉണ്ടല്ലോ, അതെന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്? കോളം ലെങ്ത്ത്, ഇലക്ട്രോൺ നമ്പർ, ഡിഫറൻഷ്യൽ സ്കാറ്ററിങ്, സ്പെസിമെൻ സൈസ്. ഇവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഡിഫറൻഷ്യൽ സ്കാറ്ററിങ്ങിനെയാണ്. നമ്മുടെ ഒബ്ജക്റ്റിനകത്തേക്ക് ഇലക്ട്രോൺസ് എത്തുമ്പോൾ അത് സ്കാറ്റർ ചെയ്യും അല്ലേ. ആ ഡിഫറൻഷ്യൽ സ്കാറ്ററിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇമേജ് ഫോം ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, ഇൻ TEM ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ദ ടിഷ്യൂ ഈസ് സ്റ്റെയിൻഡ് ബൈ ഫ്ലോട്ടിംഗ് ഓൺ ഡ്രോപ്സ് ഓഫ്. നമ്മൾ സാധാരണ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഒക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ ടെമ്മിൻ്റെ കേസിൽ നമ്മൾ ടിഷ്യൂവിനെ എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നുള്ളത്? ബൈ ഫ്ലോട്ടിംഗ് ഓൺ ഡ്രോപ്സ് ഓഫ് ഹെവി മെറ്റൽ സൊല്യൂഷൻസ്. ഹെവി മെറ്റൽ സൊല്യൂഷൻസ്. നെക്സ്റ്റ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ക്യാൻ ഗീവ് എ മാഗ്നിഫിക്കേഷൻ അപ് ടു. നമുക്കറിയാം നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാളും മാഗ്നിഫിക്കേഷൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനകത്തുണ്ട്. അതിനേക്കാളൊക്കെ ഒരുപാടധികം മാഗ്നിഫിക്കേഷനുള്ള ആളാണ് ആര്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. എത്രയുണ്ട്? അപ് ടു 4 lakh ആണെന്ന് തോന്നുന്നല്ലേ ഇത്. 4 lakh, അത്രയും 4 lakh x വരുന്നുണ്ട്. ആരുടെ മാഗ്നിഫിക്കേഷൻ? നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ സോളിഡിഫയിങ് ഏജൻറ്റ്. നമ്മുടെ മീഡിയക്കകത്ത് ലിക്വിഡ് മീഡിയ ഉണ്ട്, സെമി സോളിഡ് മീഡിയ ഉണ്ട്, സോളിഡ് മീഡിയ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സോളിഡ് മീഡിയ ഉണ്ടാക്കുന്നുള്ളത്? അതിനകത്ത് ഒരു സോളിഡിഫയിങ് ഏജൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഏജൻറ്റ് ആരാണ്? ഏതാണ്? ഈസ്റ്റ് എക്സ്ട്രാക്റ്റ് ആണോ, അഗാറാണോ, പെപ്റ്റോൺ ആണോ, ബീഫ് എക്സ്ട്രാക്റ്റ് ആണോ? ഏതാണ് നമ്മൾ സോളിഡിഫയിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്? അഗാറാണ്. ഈ അഗാറിന് പ്രത്യേകിച്ച് ന്യൂട്രീഷണലി വാല്യൂ ഒന്നും ഇല്ല. പിന്നെ എന്താ ഉള്ളത്? അവർ സോളിഡിഫിക്കേഷന് വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മുടെ ബാക്ടീരിയാസിനൊന്നും ഈ അഗാറിനെ എന്താണ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ അഗാറിനെ നമുക്ക് ഒരു സോളിഡിഫയിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഫണ്ടമെൻറ്റൽസ് ഓഫ് മൈക്രോബയോളജിക്ക് അകത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനിയുള്ള സബ്ജക്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അറിയാലോ, വളരെയധികം എന്താണ് ടൈം നമ്മുടെ മുന്നിൽ ഒരുപാട് കുറവാണ്. അതുകൊണ്ട് ടൈം കിട്ടുന്നില്ല, പറ്റുന്നതനുസരിച്ച് ചെയ്തു തരാം കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇത് മാത്രമേ വരുള്ളൂ എന്നോ അല്ലെങ്കിൽ ഈ റേഞ്ചിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ റിസർച്ച് ചെയ്തിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ് എക്സാം എഴുതുന്നുള്ളത്, നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഡെപ്തിൽ പോവാൻ ചാൻസ് ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വലിയ ടെൻഷൻ ആവാനില്ല. എങ്കിലും നമ്മളെല്ലാം പഠിച്ചിരിക്കേണ്ടതുകൊണ്ട് ടൈം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡെപ്തിൽ ഇറങ്ങിയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ എത്രയായിരുന്നു, ആ ഏരിയ നോക്കിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പോയി അത് നോക്കുക. അതുപോലെ തന്നെ സോളിഡിഫയിങ് ഏജൻറ്റ് അഗാർ എന്ന് പറഞ്ഞു. അഗാറിനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ഒന്നുകൂടെ പറയാനുണ്ട്. റെഡ് ആൽഗയിൽ നിന്നാണ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ളത്.
അപ്പോൾ അത് നോക്കിയിട്ടില്ല. അപ്പോൾ അഗാറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കുക. അങ്ങനെ ഓരോ ടോപ്പിക്ക് പറയുമ്പോഴും ടൈം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കൊക്കെ ഒന്ന് പോയി നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നുള്ളത്. അല്ലാണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമോ കാണാം കേട്ടോ. സോ താങ്ക് യു.